25 സങ്കീർത്തനം 2 തിരുവചനം. ദൈവമേ, അങ്ങയെ ഞാൻ ആശ്രയിക്കുന്നു. ഞാൻ ഒരിക്കലും ലജ്ജിതനാകാതിരിക്കട്ടെ. ശത്രുക്കൾ എൻ്റെ മേൽ വിജയം ആഘോഷിക്കാതിരിക്കട്ടെ. ഏറ്റവും സ്നേഹമുള്ളവരെ, ദൈവത്തെ മാത്രം, ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച് ജീവിക്കുന്ന ഒരാളും, ദൈവത്തിൽ വിശ്വസിച്ച് ജീവിതം ക്രമപ്പെടുത്തുന്ന ഒരു വ്യക്തിയും ലജ്ജിതനാവുകയില്ലെന്ന് ദാവീദ് തന്നെ നിങ്ങളെ ഓർമ്മിപ്പിക്കുക. 2 ആഴ്ച മുമ്പ് സംസാരിച്ച ഒരു സഹോദരിയുണ്ട്. ഏതാണ്ട് 7 വർഷത്തെ ദീർഘമായ പ്രണയത്തിനൊടുവിൽ വിവാഹം കഴിച്ചതാണ്. പക്ഷേ ആ ബന്ധം ഒരു 2 വർഷം പോലും തികച്ചു നിന്നില്ല. ഒരു പെൺകുട്ടിയുണ്ട്. ആ സഹോദരി പറഞ്ഞ ഇതാണ്: എനിക്കൊരിക്കലും ആ മനുഷ്യനെ ഇനി വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇത്രമാത്രം ഞാൻ വഞ്ചിക്കപ്പെട്ടു, ഇത്രമാത്രം ഞങ്ങൾ മനസ്സുകൊണ്ട് അകന്നു. ഒരിക്കലും എനിക്കിനി തിരിച്ച് ആ വ്യക്തിയായിട്ടൊരു കുടുംബ ജീവിതം അത് ആലോചിക്കാൻ പോലും പറ്റത്തില്ലെന്നാണ് പറയുന്നത്. ഒരു സഹോദരനുണ്ട്, 1 ആഴ്ച മുമ്പ് അവനെ കുറിച്ച് ഇങ്ങനെ അറിഞ്ഞു. അപ്പോൾ അവനിങ്ങനെ വലിയൊരു ആക്സിഡൻ്റ് ആയിരുന്നു. ഒരു കാറിനെ മറികടക്കുമ്പോൾ എതിരെ വന്ന ലോറിയായിട്ട് കൂട്ടിയിടിച്ചു. വണ്ടിയൊക്കെ ഇങ്ങനെ മൊത്തം പൊടിയായിപ്പോയി. അതുപോലെ വലിയൊരു ആക്സിഡൻറ്റ്. ഇവൻ്റെ ശരീരം മുഴുവൻ തളർന്നു. പെടലി പോലെ നേരെ നിൽക്കുന്നില്ല. വീൽ ചെയറിലും ബെഡിലുമായിട്ട് ജീവിതം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ഒരു 6-7 മാസമായി ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട്. ദൈവം സുഖപ്പെടുത്തും, ദൈവത്തിനൊന്നും അസാധ്യയില്ലെന്ന് പറയുമ്പോൾ എൻ്റെ അമ്മ പറയുന്നതാണ്: ദൈവം ഇല്ല, ദൈവം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ മോന് ഇങ്ങനെ ഒരു ഗതികേട് വരുമോ, ഇങ്ങനെ ഒരവസ്ഥ വരുമോ? ഒരു ഗുളികയ്ക്ക് പോലും, ഒരു പൊടി പോലും ദൈവത്തിൽ വിശ്വാസം ഇല്ലാത്ത കുടുംബം. അപ്പനും അമ്മയും ഈ മോനും ഒന്നും ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. 1 വർഷത്തിനുള്ളിൽ വിദേശത്ത് എവിടെയോ കൊണ്ടുപോയി ഒരു സർജറി ചെയ്യണം, എന്നാലും ഇവൻ എഴുന്നേറ്റ് നടക്കും, ഇവൻ റെഡിയാകുമെന്ന് വിശ്വസിക്കുക അവർ. ഇവളൊരു എൻ്റെയും നിങ്ങളുടെയും വിശ്വാസം എങ്ങനെയാണ്? നമ്മുടെ സ്വാർത്ഥതയ്ക്ക് നമ്മുടെ വിശ്വാസം ത്യജിച്ച് ജീവിക്കുന്ന വ്യക്തിയാണ്. മനുഷ്യനെ ഒരിക്കലും വിശ്വസിക്കരുത്. മറിച്ച് സാഹചര്യങ്ങളെയും ഭാഗ്യത്തെയും പണത്തെയും ഒക്കെ നോക്കിയാണ് ഞാൻ നിങ്ങളുടെ ജീവിതം മുമ്പോട്ട് പോകുന്നതെങ്കിൽ ജീവിതത്തിൽ നമ്മൾ അപമാനിക്കപ്പെടുമെന്നാണ് പറയുന്നത്. നമ്മുടെ ജീവിതം അപമാനം നിറഞ്ഞതാകും. അതിൻ്റെ അപ്പുറം എൻ്റെ നിങ്ങളുടെ നെഞ്ചിനകത്ത് ദൈവത്തിലുള്ള വിശ്വാസമുണ്ടോ? ദൈവത്തിൽ ആഴമായ ബോധ്യമുണ്ടോ? ദൈവത്തിൽ വിശ്വസിച്ച് അവിടുത്തെ കൃപയിൽ ആശ്രയിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കണിവനായി ഞങ്ങളുടെ ദൈവമേ, നിൻ്റെ തൃക്കരങ്ങളിലേക്ക് എന്നെയും എനിക്കുള്ളവരെയും എനിക്കുള്ളതെല്ലാം സമർപ്പിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ മേൽ നീ കരുണ ചൊരിയണം. നിൻ്റെ വലിയ കൃപയാലും വലിയ സ്നേഹത്താലും ഞങ്ങളെ നിറയ്ക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.